കർത്താവിടെയാക്കുന്ന എല്ലാ കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, പ്രാർത്ഥിക്കാം. ഈ സന്ധ്യയിലെ കൂട്ടായ്മയുടെ അനുഗ്രഹത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുസ്ഥലം ഞങ്ങൾ അടുത്ത് വരുന്നു. ഓർത്ത മക്കളായ ഞങ്ങൾക്ക് തിരുപാതവിടെ അണയുവാൻ തരുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. പ്രത്യേകാല് ഈ മാസത്തെ ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ സ്തോത്രം. ഈ രാത്രികാലം ദൈവപാതവിടത്തിൽ ആയിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നില്ല. കൂട്ടിവരുത്തിയ എല്ലാ ദൈവജനത്തിനായി സ്തോത്രം. ഞങ്ങൾ തിരുസ്ഥലം അല്പസമയമായിരിക്കുന്നത് ഞങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാണ്. അവിടുത്തെ നാമത്തിനും മഹത്വം ഞങ്ങൾ വെളിപ്പെടുവാൻ കർത്താവ് ഇടയാക്കണമേ. അതിനായി ഞങ്ങളെ തന്നെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ആദ്യമായിട്ടൊന്നും പരിശുദ്ധാത്മാവ് തന്നെ നയിക്കും. ഞങ്ങളുടെ ഹൃദയങ്ങളോട് അവിടുന്ന് സംസാരിക്കണമേ. തിരുശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചാട്ട് മാനവ മഹത്വം അങ്ങക്ക് യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൽ വന്ദനം. ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ഈ രണ്ടാമത്തെ സെഷൻ സൂം മീറ്റിങ്ങിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഇടയാക്കുന്നല്ലോ. സ്തോത്രം. ഒരു പാട്ട് പാടി പ്രാരംഭത്തിൽ അല്പസമയം ദൈവത്തെ ആരാധിച്ചാനന്തരം നമുക്ക് പ്രാർത്ഥനയിലേക്കും വചനധ്യാനത്തിലേക്കും പ്രവേശിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. സ്തോത്രം. പാർക്കുന്ന വീട്ടിൽ ആരും ഞാൻ യേശുവിനാടുള്ള സ്നേഹത്തെ പരദേശിയ പാർക്കുന്ന വീട്ടിൽ പാവനമം ചട്ടമെന്റെ കീർത്തനങ്ങളാത്രേ തോറും അവകളെ ധ്യാനിക്കുന്നേ. പാവനമം ചട്ടമെന്റെ കീർത്തനങ്ങളാത്രേ തോറും അവകളെ ധ്യാനിക്കുന്നേ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോലെ പ്രിയനില്ലായേ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോലെ പ്രിയനില്ലായേ. പർവ്വതമാസമപ്രശ്നങ്ങളാണ് നിർവാഹമില്ലാതെ ഞാൻ അലയുമ്പോൾ. പർവ്വതമാസമപ്രശ്നങ്ങളാണ് നിർവാഹമില്ലാതെ ഞാൻ അലയുമ്പോൾ. നിർമ്മാണ പദ്ധതി തന്നിൽ അവൻ എന്നെ നടത്തി കർമ്മയോഗിയാകുമെന്നെ അനുദിനമേ. നിർമ്മാണ പദ്ധതി തന്നിൽ അവൻ എന്നെ നടത്തി കർമ്മയോഗിയാകുമെന്നെ അനുദിനമേ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോലെ പ്രിയനില്ലായേ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോലെ പ്രിയനില്ലായേ. തന്നോട് നാടക ഞാൻ നടന്നാലും എണ്ണപ്പെട്ടോരാളും കൂട്ടിലെന്നാലും. തന്നോട് വഴിത്തര ഞാൻ നടന്നാലും എണ്ണപ്പെട്ടോരാളും കൂട്ടിലെന്നാലും. എന്തിനു എന്നുള്ള മൃഗക്കാരൻ കൊണ്ടോരാനു എന്നെ സ്നേഹിക്കുന്ന യേശു ബലഹീനനോ. എന്തിനു എന്നുള്ള മൃഗക്കാരൻ കൊണ്ടോരാനു എന്നെ സ്നേഹിക്കുന്ന യേശു ബലഹീനനോ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോലെ പ്രിയനില്ലായേ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോലെ പ്രിയനില്ലായേ. കഷ്ടതയാകുന്ന കഠിന ശോധനയിൽ നഷ്ടപ്പെടാതെ വിശ്വാസം കാട്ടാം. കഷ്ടതയാകുന്ന കഠിന ശോധനയിൽ നഷ്ടപ്പെടാതെ വിശ്വാസം കാട്ടാം. വിശ്വാസത്തിനായി പൂർത്തിമാനുമായ യേശുവെ മാത്രം ഞാൻ നോക്കിയേ. വിശ്വാസത്തിനായി പൂർത്തിമാനുമായ യേശുവെ മാത്രം ഞാൻ നോക്കിയേ. യേശുവൻ പ്രിയൻ, യേശുവൻ പ്രിയൻ, യേശുവെ പോലെ പ്രിയനില്ലായേ. യേശുവൻ പ്രിയൻ, യേശുവൻ പ്രിയൻ, യേശുവെ പോലെ പ്രിയനില്ലായേ. അണ്ണാമൻ കൂടാൻ വഴിഞ്ഞിടുമെന്നോ എൻ പ്രിയൻ വരവുസമീപമായെന്നോ. അണ്ണാമൻ കൂടാൻ വഴിഞ്ഞിടുമെന്നോ എൻ പ്രിയൻ വരവുസമീപമായെന്നോ. ഏതിന് ഞാൻ ഒരുങ്ങുന്നു കൃപയാകപ്പോൾ എനിക്കെന്റെ ഇമ്മ വീട്ടിൽ പോയാൽ മതി. ഏതിന് ഞാൻ ഒരുങ്ങുന്നു കൃപയാകപ്പോൾ
യേശുവേ പ്രിയൻ യേശുവെ പോലെ പ്രിയനില്ലായേ യേശുവെ പ്രിയൻ യേശുവെ പ്രിയൻ യേശുവെ പോലെ പ്രിയനില്ലായേ കണ്ണൂരിൽ വഴിത്തര ഞാൻ നടന്നാലും എന്നാലും കൂട്ടില്ലെന്നാലും കണ്ണൂരിൽ വഴിത്തര ഞാൻ നടന്നാലും എന്നപ്പെട്ടോരാരും കൂട്ടില്ലെന്നാലും എന്തിനും കടൽ കൊണ്ടാലും എന്നെ സ്നേഹിക്കുന്ന യേശുവിന്റെ ജീവനും എന്തിനും കടൽ കൊണ്ടാലും എന്നെ സ്നേഹിക്കുന്ന യേശുവിന്റെ ജീവനും യേശുവെ പ്രിയൻ യേശുവെ പ്രിയൻ യേശുവെ പോലെ പ്രിയനില്ലായേ യേശുവെ പ്രിയൻ യേശുവെ പ്രിയൻ യേശുവെ പോലെ പ്രിയനില്ലായേ കഷ്ടതയാകുന്ന കഠിന ശോധനയിൽ നഷ്ടപ്പെടാതെ വിശ്വാസം കാപ്പാൻ കഷ്ടതയാകുന്ന കഠിന ശോധനയിൽ നഷ്ടപ്പെടാതെ വിശ്വാസം കാപ്പാൻ വിശ്വാസത്തിൻ നായകനും പൂർത്തിമാനുമായ യേശുവെ മാത്രം ഞാൻ നോക്കിയിടുന്നേ വിശ്വാസത്തിൻ നായകനും പൂർത്തിമാനുമായ യേശു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ധ്യയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ സന്നിധരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മുടെ പല പ്രിയപ്പെട്ടവരും ശാരീരിക ക്ലേശങ്ങളുടെ മധ്യയായിരിക്കുന്നെങ്കിലും ഈ സന്ധ്യയെങ്കിൽ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുവാൻ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തിയല്ലോ. സ്തോത്രം. വീണ്ടും നിങ്ങളുടെ പൂർണ്ണ സൗഖ്യത്തിനായി വിടുതലിനായി ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഈ ദിവസങ്ങളിലെ നമ്മുടെ ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥന, ഒക്ടോബർ മാസത്തിലെ ഉപവാസ പ്രാർത്ഥനയുടെ ദിവസങ്ങളാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനാ കൂട്ടായ്മകൾ ഇപ്രകാരം ഓൺലൈനിൽ ക്രമീകരിച്ചതിൻ്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സ്തോത്രം. എന്നാൽ അതിൻ്റെ സാഹചര്യത്തിലും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ കർത്താവ് ഇടയാക്കുന്ന എല്ലാ കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ ആയിരിക്കാൻ കർത്താവ് നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം വായിച്ച വേദഭാഗം ഒന്നുകൂടെ വായിച്ച് സ്തോത്രം ദൈവസന്നിധാനത്തിൽ തുടർന്നുള്ള ചിന്തകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. സംഖ്യാപുസ്തകം 24 അധ്യായം 5 വാക്യമാണ് നാം പ്രാരംഭത്തിൽ വായിച്ചത്. യാക്കോബേ, നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലെ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. ഹൗ ലവ്ലി ആർ യുവർ ടെന്റ്സ്, ഓ ജേക്കബ്, യുവർ encampments ഓ ഇസ്രായേൽ. പ്രൈസ് ഗോഡ്. ഈ വചനം പറയുന്നത് ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ്. സ്തോത്രം. ഇസ്രായേൽ ജനത്തിനെതിരായി സംസാരിപ്പാൻ ബാലാക്ക് വാടകയ്ക്ക് കൊണ്ടുവന്ന അല്ലെങ്കിൽ ഹയർ ചെയ്ത് കൊണ്ടുവന്ന ബിലയാം ദിവസത്തിൽ പറയുന്ന വാക്കുകളായത്. സ്തോത്രം. എന്നാൽ ആ വാക്കുകൾ അങ്ങനെ പറയാനുള്ള ആഗ്രഹിച്ചത് എങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവജനത്തിനെതിരെ പറയുമ്പോൾ ഇങ്ങനെ ആയിപ്പോവും. സ്തോത്രം. നമുക്കറിയാം സംഖ്യാപുസ്തകത്തിൻ്റെ 23-24 അധ്യായങ്ങളിലൊക്കെ മോവാബ് ദേശത്തൂടെ കടന്നു പോകുന്ന ഇസ്രായേൽ ജനം വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി സ്തോത്രം ഫോർ ദ ഫുൾഫിൽമെന്റ് ഓഫ് ദ പ്രോമിസ് ദാറ്റ് ഗോഡ് ഹാസ് ഗിവൻ ടു ദം ടു എൻ്റർ ദ പ്രോമിസ്ഡ് ലാൻഡ്, ദ ലാൻഡ് ഓഫ് കാനാൻ. ദേ ആർ മാർച്ചിങ് ഫോർവേഡ് ആൻഡ് ദേ ഹാഡ് ടു പാസ് ത്രൂ ദ ലാൻഡ് ഓഫ് മോവാബ്. അവർ മോവാബ് എന്ന പ്രദേശത്തൂടെ കടന്നു പോകേണ്ടതായി വന്നു. മോവാബിലൂടെ കടന്നു പോയപ്പോൾ ഇതിനു മുൻപ് ദൈവം ഇസ്രായേൽ ജനത്തിലൂടെ ചെയ്ത പ്രവൃത്തികളുണ്ട്. സ്തോത്രം. ഇത്രയും വലിയൊരു ജനക്കൂട്ടം നമുക്കറിയാം. ഏകദേശം 25 ലക്ഷത്തോളം ജനം, അറ്റ്ലീസ്റ്റ് മിനിമം 10 lakh ഫാമിലീസ്, 10 ലക്ഷം കുടുംബങ്ങളെങ്കിലും കാണും. സ്തോത്രം. ഇത്രയും കുടുംബത്തെ മോശ എന്ന വ്യക്തിയാണ്, കർത്താവിന്റെ ദാസനായ പ്രവാചകനായ മോശയാണ് നയിക്കുന്നത്. സ്തോത്രം. ഒരു വ്യക്തി ഇത്രയും വലിയ സഭയുടെ പാസ്റ്ററാണ്. സ്തോത്രം. മരുഭൂമിയിലെ സഭയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദേവദാസനെ പ്രകീർത്തിക്കുക. മരുഭൂമിയിലെ സഭ എന്നാണ് ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സഭ എത്ര പ്രയാസമാണ്, പ്രതികൂലമാണ്. എന്നാൽ മരുഭൂമിയിൽ പരിമിതികളുള്ള നടുവിൽ സ്തോത്രം അവർക്കാകെ കൈമുതലായിട്ടുണ്ടായിരുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. സ്തോത്രം. അവർക്ക് വലിയ കെട്ടിടങ്ങളില്ല, അവർക്ക് സൗകര്യങ്ങൾ കുറവാണ്, പരിമിതികൾ ധാരാളമാണ്, എല്ലാ ദിവസവും രാവിലെ പരാതിയാണ്. പക്ഷേ അവർക്ക് കൈമുതലായി ഉണ്ടായിരുന്ന ഒരേ ഒരു കാര്യം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദ പ്രസൻസ് ഓഫ് ഗാഡ് ദാറ്റ് വെന്റ് ബിഫോർ ദം. അവർക്ക് വാഗ്ദത്തം കൊടുക്കുക മാത്രമല്ല ദൈവം ചെയ്തത്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ദാറ്റ് ഗോഡ് പ്രോമിസ്ഡ് ദം,
God's word is given to them. Hallelujah. But also, along with the promise, God himself began to move with them. Praise God. ഹല്ലേലൂയ. അവർക്ക് ദൈവം വാഗ്ദത്തം കൊടുത്ത് നിങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് വചനം കൊടുക്കുക മാത്രമല്ല ചെയ്തത്. പ്രിയമുള്ളവരെ, അവരുടെ കൂടെ ആ ദൈവ സാന്നിധ്യം സഞ്ചരിപ്പാൻ തുടങ്ങി. ഹല്ലേലൂയ. എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ പോരുമെന്ന് ദൈവം മോശയോട് പ്രോമിസ് ചെയ്തു. അതിൻ്റെ ഒരു ലക്ഷണം, അതിൻ്റെ പ്രൂഫ് എന്തായിരുന്നു? പ്രൈസ് ദ പില്ലർ ഓഫ് ഫയർ, ദ പില്ലർ ഓഫ് ക്ലൗഡ്. മേഘസ്തംഭം, അഗ്നിസ്തംഭം. ഇതുവരെ ലോകത്ത് അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇതുവരെ ലോകത്ത് ഒരു ജനതയ്ക്കും അത് സംഭവിച്ചിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇത്രമാത്രം സംരക്ഷണം ദൈവം. മരുഭൂമിയിലെ തണുക്കുന്ന സമയത്ത് സൂര്യൻ അസ്തമിക്കുമ്പോൾ അവിടെ തണുപ്പേശാം. സ്തോത്രം. കാരണം ഇവരുടെ പോകുന്ന മരുഭൂമി എന്ന് പറയുന്നത്, സ്തോത്രം, സിനായ് മരുഭൂമിയിലൊക്കെ സഞ്ചരിക്കുമ്പോൾ രാത്രികാലങ്ങളിൽ മരുഭൂമിയിൽ ആ സമയത്ത് വലിയ തണുപ്പുള്ള സമയം. അവിടെ അഗ്നിസ്തംഭം അവർക്ക് കാവൽ. പകൽ മരുഭൂമിയിലെ ചുട്ടുപൊഴുത്ത വെയിലിൽ ഇത്രമാത്രം 25 ലക്ഷത്തിൽ പരം ജനത്തിൻ്റെ മുകളിൽ മേഘസ്തംഭം അവർക്കായി. സ്തോത്രം. നാം ഇന്ന് നമ്മുടെ ഭാവന അതിനെ കാണുമ്പോൾ നമ്മുടെ ജീവിതവുമായി ചേർത്ത് അതിനെ തട്ടിച്ചു നോക്കണം. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ മരുഭൂ പ്രയാണത്തിൽ ദൈവത്തിൻ്റെ പരിപാലനം നമുക്ക് മീതെ വിരിക്കപ്പെട്ട ചിറകിൻ്റെ മറവിൽ നമ്മെ നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ്. ക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിലും, ഭാരങ്ങൾ, വെല്ലുവിളികളൊക്കെ വരുന്നുണ്ടെങ്കിലും, പലപ്പോഴും പ്രയാസങ്ങൾ നമ്മുടെ ശരീരമണ്ഡലത്തിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ വരുമെങ്കിലും നമ്മെ താങ്ങി നിർത്തി ദൈവ സാന്നിധ്യമാകിയാൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടുന്ന രാത്രികാലം ദൈവം അവിടുത്തെ സാന്നിധ്യം എൻ്റെ കൂടാരത്തിൻ്റെ മീതെ ഉണ്ട്. വിരിക്കപ്പെട്ട ചിറകിൽ എന്നെയും എൻ്റെ തലമുറയെ മറയ്ക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾ രോഗാതുരരായി മാറുമ്പോഴും ദൈവത്തിൻ്റെ ആശ്വാസം ഞങ്ങൾക്കായി വെളിപ്പെടുന്നുണ്ട് എന്ന് ഇസ്രായേൽ ജനത്തെ സംരക്ഷിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം തന്നെ ജനത്തിൻ്റെ മേലും ഉള്ളതിനാൽ അത് വിശ്വാസത്തോടെ ദൈവസ്ഥലിൽ സ്തോത്രം ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം ദൈവ സാന്നിധ്യം, തിരുനിവാസം എന്ന വിഷയം ആസ്പദമാക്കി നാം ദിവസങ്ങൾ ചിന്തിക്കുന്നത് ദ പ്രസൻസ് ഓഫ് ഗാഡ്. കൊരഹോത്രമ സങ്കീർത്തനം പറയുമ്പോൾ 84-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് അവരുടെ ഉള്ളം അതിനെ വാഞ്ചിക്കുന്നു എന്ന് ആ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്. ആ വാഞ്ച, സ്തോത്രം. മറ്റാലയത്തിൻ്റെ മനോഹാരിതയോ ഒന്നുമല്ല. The dwelling place of my God, it is so lovely, it is so beautiful, I would like to be there. Praise God. പ്രിയമുള്ളവരെ, ദൈവ സാന്നിധ്യം, സ്തോത്രം, അതിൻ്റെ മനോഹാരിത എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് പുട്ട്സ് തിങ്സ് ഇൻടു ഓർഡർ എന്നുള്ളതാണ്. സ്തോത്രം. നമുക്ക് നേരെ വരുത്തുവാൻ കഴിയാത്ത കാര്യങ്ങളെ ആ സാന്നിധ്യം കൊണ്ട് ദൈവം ഹല്ലേലൂയ ക്രമീകരിക്കുക. ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെ, ആ ദൈവത്തിൻ്റെ ഹല്ലേലൂയ വചനം കൊണ്ട് തന്നെ. കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കും. മറ്റൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നു, അതിവേഗമോടുന്ന ദൈവത്തിൻ്റെ വചനം. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ നമുക്ക് കടന്നു ചെല്ലുവാൻ കഴിയുന്നൊരു വേഗതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാസ്റ്ററൊക്കെ ഓടിയെത്താൻ, ഒരു ആവശ്യം പറയുമ്പോൾ ഓടിയെത്താൻ കഴിയുന്നൊരു വേഗതയുണ്ട്. സ്തോത്രം. എത്രത്തോളം വേഗത്തിലെത്താം അത്രയും വേഗത്തിലെത്തും, എമർജൻസി ആണെങ്കിൽ, അല്ലേ? പക്ഷേ അതിലൊക്കെ അപ്പുറം വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ശക്തിയാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരുന്ന് ഞാൻ വിശ്വാസത്തോടെ ഉച്ചരിച്ച് വിശ്വാസത്തോടെ അത് ഏറ്റെടുക്കുമ്പോൾ വചനം അതിൻ്റെ സഞ്ചാരപഥത്തിലേക്ക് പ്രവേശിച്ചിട്ട് അതെത്തേണ്ട ഇടത്ത് സ്ഥലം തെറ്റാതെ, ലക്ഷ്യം തെറ്റാതെ, ലക്ഷ്യസ്ഥാനത്ത് എത്തുക മാത്രമല്ല, എത്തി. ഇപ്പം നമുക്കറിയാം, നമ്മൾ ഓടി ചെല്ലുമ്പോൾ നമുക്ക് പലയിടത്തും ഓടി ചെന്നിട്ട് അടങ്ങി നിൽക്കാനേ കഴിയൂ. നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നമ്മുടെ സാന്നിധ്യം മാത്രമേ അവർക്ക് ആശ്വാസമാകൂ. ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതിന് ചെയ്യാൻ ഡോക്ടർമാർ വേണം, നഴ്സുമാർ വേണം, മറ്റ് സഹായിക്കുന്നവർ വേണം. പക്ഷേ ദൈവത്തിൻ്റെ വചനം അങ്ങനെയല്ല. ചുമ്മാ വെറുതെ തല കാണിക്കാൻ വേണ്ടി ചെല്ലുകയല്ല. ദൈവത്തിൻ്റെ വചനം, അതിൻ്റെ പ്രവൃത്തി, താൻ അയച്ച പ്രവൃത്തി ചെയ്യാതെ ദൈവത്തിൻ്റെ വചനം അയച്ചവൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരത്തില്ല. ഇന്ന് രാത്രിക്കാലം നമ്മുടെ കൂടാരങ്ങളിൽ ഇരുന്നു കൊണ്ട് നാം വിശ്വാസത്തോടെ ഈ വചനങ്ങളെ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ബലഹീനതയുടെ മുഖത്ത് വെളിപ്പെടുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. അതാണ് ദൈവകൃപയെന്ന് പറയുന്നത്. ഇന്ന് രാത്രിക്കാലം ആ ദൈവകൃപ ഒന്ന് ഏറ്റെടുക്കുവാൻ നമുക്കിടയായി തീരണം. നമ്മെ ബലഹീനമാക്കുവാൻ ശ്രമിക്കുന്ന വെല്ലുവിളികളുണ്ട്. അത് ശാരീരിക മണ്ഡലത്തിലാകാം, ബുദ്ധിമണ്ഡലത്തിലാകാം, നമ്മെ ഭീതിപ്പെടുത്തുന്ന ചില ഹല്ലേലൂയ ശത്രുവിൻ്റെ പോരുകളുണ്ടാകാം. എന്നാൽ അതിന്മേൽ സകല ഭയത്തിൻ്റെ ആത്മാവിനെയും ഒഴിവാക്കുന്ന, ഹല്ലേലൂയ, അതിനെ മാറ്റിക്കളയുന്ന ഒരു ദൈവ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽപ്പെടും. അതുകൊണ്ട് ദൈവം പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഹല്ലേലൂയ. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ വിടുവിക്കും. എന്നെ നീട്ടിയ വലങ്കരം കൊണ്ട്, ഹല്ലേലൂയ, ഞാൻ നിന്നെ വിടുവിക്കുമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. യഹോവയുടെ വലങ്കരം നമുക്കായി വെളിപ്പെടുമ്പോൾ അതൊരു പാക്കേജ് പോലെ. സ്തോത്രം.
നമ്മുടെ ജീവിതത്തിന് എന്താണ് ആവശ്യം, നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണോ അതറിഞ്ഞ് തക്കതായ രീതിയിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ വചനം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ഇസ്രായേൽ ജനം മോവാബ് ദേശത്തൂടെ കടന്നു പോകുമ്പോൾ ബാലാക്ക് ഇവരെ കണ്ട് ഭയന്നു. ഇത്ര വലിയ ജനം, ഇവരെക്കുറിച്ചുള്ള കേൾവി ഇവർ ദൈവത്തിൻ്റെ ജനമാണെന്ന്, ഇസ്രായേൽ ജനമാണെന്ന്, ദൈവത്തിൻ്റെ പേര് വഹിക്കുന്ന ജനം. സ്തോത്രം. ആവർത്തന പുസ്തകത്തിലെ വാക്കുകൾ ഹല്ലേലൂയ ഉദ്ധരിച്ചു പറഞ്ഞാൽ, യഹോവയായ ദൈവത്തിൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനം. സ്തോത്രം. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം. പ്രിയമുള്ളവരെ, ഇതിനൊരു പ്രത്യേകതയുണ്ട്. പ്രിയമുള്ളവർ, ഈ ദേശത്ത് നാം ആയിരിക്കുമ്പോൾ ദൈവമക്കൾ എന്ന രീതിയിൽ നമുക്കൊരു സ്തോത്രം, ഒരു വലിയ വിശേഷണം സ്തോത്രം ദൈവത്താൽ സംഭവിക്കുന്നുണ്ട്. ദൈവ മക്കളാണെന്നുള്ള ഒറ്റ വിശേഷതയാണ്. സ്തോത്രം. അതുകൊണ്ട് വലിയ ഒരു വിടുതലും അനുഗ്രഹവും ഒരു പദവിയും നമുക്ക് ദൈവസന്നിധിയിലുണ്ടെന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. ഇവിടെ ശപിക്കുവാനാണ്, ടു കേഴ്സ് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ. They shall not move forward. They shall not enter the promise. They shall not go through my land. They shall not have acquire anything. അവരൊന്നും നേടരുത്. സ്തോത്രം. അവർ ഈ ദേശത്തായിരിക്കരുത്. അവർ മുന്നോട്ട് പോകുവാൻ ഇടയാകരുത്. അവർ കടന്നു പോകുന്നു, കടന്നു ചെല്ലുന്ന ദേശം കനാൻ ദേശത്തിലേക്ക് അവർ പോകുവാൻ ഇടവരുത്തരുത് എന്നുള്ള രീതിയിൽ അവരെയും കൊണ്ട് അന്നത്തെ അറിവനുസരിച്ച് ചെയ്യുവാൻ കഴിയുന്നു. അന്നത്തെ ആ രാജാവായ ബാലാക്കിൻ്റെ അറിവ് ബിലെയാമിനെ വിളിച്ചുകൊണ്ട് വരുത്തി എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ, ഈ ബിലെയാമും ആരുടെ പ്രവാചകൻ എന്നറിയാമോ? ആരാണോ ഈ ജനത്തെ അയച്ചത് അതേ ദൈവത്തെ സേവിക്കുന്ന പ്രവാചകനാണ് ബിലെയാം. സ്തോത്രം. ബാലാക്ക് ഹയർ ചെയ്തിരിക്കുന്നത് ഈ ബിലെയാമിനെയാണ്. പറയുന്നതാണ്, നീ നിന്റെ ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഈ ജനത്തെ ശാപിക്കണം. പക്ഷെ ഇവരെ അനുഗ്രഹിച്ച് ഇതേ ദൈവമായി ഈ ജനത്തെ അനുഗ്രഹിച്ചത്. സ്തോത്രം. നമ്മൾ പലപ്പോഴും ഭയപ്പെടുന്ന വിഷയങ്ങളിൽ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നതിന് കാരണം അതാണ്. സ്തോത്രം. ദൈവമാണോ നമുക്ക് അനുഗ്രഹം തന്നത്? ദൈവമാണോ നമുക്ക് കൂട്ടായ്മ തന്നത്? ദൈവമാണോ നമുക്ക് സ്ഥലം തന്നത്? ദൈവമാണോ നമ്മെ ഇവിടത്തെ ആക്കിയത്? അങ്ങനെയെങ്കിൽ ആ ദൈവം ഒരിക്കലും തൻ്റെ നീതിക്കെതിരെ പ്രവർത്തിക്കുന്നവനല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഈവൻ ആ ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്നവരാണെങ്കിൽ പോലും സ്തോത്രം, അവർ നമുക്കെതിരെ പറഞ്ഞാലും നമ്മളുടെ വിശ്വാസം ഈ ദൈവത്തിലാകയാൽ ഹല്ലേലൂയ നാം ഭയപ്പെട്ടു പോകരുത്. സ്തോത്രം. പലപ്പോഴും ആ ഭയത്തിന് അടിസ്ഥാനമില്ല. ഒരു കഥ ഇപ്രകാരം, രാജാവ് ഒരിക്കൽ പറഞ്ഞു, രാജാവിന് എതിരെ കുറേ പേര് പ്രശ്നം ഉണ്ടാക്കുക. അപ്പോൾ ഈ രാജാവ് സേവിക്കുന്ന അവരുടെ പാരമ്പര്യത്തിലുള്ള ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ വിളിച്ചു വരുത്തി രാജാവ് മന്ത്രവാദികളെ കൊണ്ട് വിളിച്ചു വരുത്തി പറഞ്ഞ്, ഇവന്മാരെ ഒന്ന് ഒതുക്കണം, ഒരു 10,000 എണ്ണെങ്കിലും പെട്ടെന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഇവന്മാരൊന്ന് ഒതുങ്ങിക്കോളും, വലിയ ശല്യമാണ്, റൈറ്റ്സ് ആർ ഹാപ്പനിങ് ഇൻ ദ സിറ്റീസ്. അപ്പോൾ ആ കുടുംബബോധത്തെ വിളിച്ച് പറഞ്ഞു ഇതുപോലൊരു കാര്യം. അപ്പം പറയാം, എത്ര എണ്ണം മിനിമം? ഒരു 10,000 എണ്ണമെങ്കിലും, ലക്ഷങ്ങളുള്ള രാജ്യമാണ്, അവിടെ ഇവിടെ ഒരു 10,000 എണ്ണമെങ്കിലും ഒതുങ്ങണം എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഓക്കെ ഞാൻ ഏറ്റു, പ്ലേഗ് ആകാം, എന്തുമാകാം. നടന്ന സംഭവമൊന്നുമല്ല, ഒരു കഥയാണ്. പക്ഷെ ഞാൻ പറയാൻ അതിനൊരു സന്ദേശമുണ്ട്, അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. പ്രശ്നമായി. ഒരു ദിവസം പൊട്ടിപ്പുറപ്പെട്ടു പ്ലേഗ്, എന്തോ മഹാവ്യാധി പൊട്ടിപ്പുറപ്പെട്ടു. ഒറ്റയടിക്ക് വിതിൻ ഡേയ്സ് 1,00,000 കൂടുതൽ ആളങ്ങ് മരിച്ചു. 1,10,000 അതിൽ കൂടുതലങ്ങ് മരിച്ചു. രാജാവ് ഈ പൂത്തിനെടുത്ത് പിന്നെ ചെന്ന് പറയാ, എന്തോ പരിപാടി നീ കാണിച്ച്, 10,000 എന്നാണ് പറഞ്ഞത്, ഇത്ര എണ്ണം ചെത്താൽ പിന്നെ വോട്ട് ചെയ്യാൻ പോലും ആൾ കാണത്തില്ല. അതുകൊണ്ട് എന്താണ് നീ കാണിച്ചത്? മഹാ തെറ്റായിപ്പോയി, പറഞ്ഞ വാക്ക് പാലിക്കുന്നവനല്ല നീ, നിന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനാകെ 10,000 എണ്ണത്തിനെ പ്ലാൻ ചെയ്തിട്ടുള്ളൂ, അതും ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം പേടിച്ച് മരിച്ചെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പ്ലേഗ് വന്ന് ചേർത്തത് 10,000, ബാക്കിയെല്ലാം ഭയന്ന് മരിച്ചതാണ് എന്നാണ് പറയുന്നത്. അതിനകത്ത് എനിക്ക് നിയന്ത്രണമില്ല എന്ന് പറയുന്നത് പോലെ പലപ്പോഴും നാം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളുടെയും പുറത്തോട്ട് നോക്കിയാൽ ഒരു ഭയമാണ്. സ്തോത്രം. ഭീതിയാണ്. സ്തോത്രം. ആ ഭീതി മുതലെടുക്കാൻ ഒരു ശത്രു പുറയിലുണ്ടെന്നുള്ളത് നാം മനസ്സിലാക്കണം. സ്തോത്രം. പലപ്പോഴും രോഗമില്ല, പലപ്പോഴും ഹല്ലേലൂയ നാം വിചാരിക്കുന്ന പ്രശ്നങ്ങൾ അവിടെ ഇല്ല. ആ പ്രശ്നങ്ങൾ നാം ചിന്തിക്കുന്ന നമ്മുടെ മനസ്സിൽ മാത്രമാണ്, യഥാർത്ഥത്തിൽ അത് അവിടെ ഇല്ല. നാം വിചാരിക്കുന്ന ഒരു പ്രതികൂലം അവിടെ ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പത്രോസിനെ കുറിച്ച് പറയുന്നത്, അവൻ കാറ്റ് കണ്ട് പേടിച്ചെന്നാണ് പറയുന്നത്. കാറ്റിനെ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? കാറ്റ് കാണാൻ കാറ്റ് മരം ഉണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. സ്തോത്രം. ഈ കടലിന്റെ നടുവിൽ ശൂന്യമായ സ്ഥലത്ത്, അതും അർദ്ധരാത്രിയിൽ മുന്നിൽ നിൽക്കുന്ന മനുഷ്യനെ പോലും കാണാൻ കഴിയാത്ത രീതിയിൽ കാറ്റ് കണ്ടെന്നാണ് പറയുന്നത്. കാറ്റ് കണ്ട് പേടിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇമാജിനറി ഭയമാണത്. സ്തോത്രം. എന്നാൽ കർത്താവിൻ്റെ കരം നീട്ടിയപ്പോൾ ആ ഭയം മാറി, അവൻ താഴ്ചയിലേക്ക് പോകുന്നവൻ
അവൻ്റെ കർത്താവിൻ്റെ കരം ഗ്രഹിച്ച് സ്തോത്രം അവൻ ഉയർന്നു വരുവാനിടെ. പ്രിയമുള്ളവരെ, ഇവിടെ നാം കാണുന്നുണ്ട്, ഇവരെ ഒന്ന് പേടിപ്പിക്കാൻ, ഇവരെ ഒന്ന് ഭയപ്പെടുത്തുവാൻ, സ്തോത്രം, ഇവരെ ഒതുക്കുവാൻ ഒരു പ്രവൃത്തിയാണ് ബാലാക്ക് ചെയ്തത്. സ്തോത്രം. എന്നാൽ അവിടെ പറയുകയാ, സ്തോത്രം, യാക്കോബിൻ്റെ നിവാസം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇസ്രായേലിൻ്റെ നിവാസങ്ങളും ഈ യാക്കോബിൻ്റെ കൂടാരങ്ങൾ. താഴ്വരയിലേക്ക് നോക്കുമ്പോൾ പീപ്പിൾ they have pitched their tent and they are living in the valley, and the prophet Balaam is standing on the mountain and looking to the people. ബാലാക്ക് പറഞ്ഞത്, നീ അവരെ ഒന്നും ചെയ്യണ്ട, ഇവിടെ നിന്നാൽ മതി, അവരടുത്തോട്ട് പോലും പോകണ്ട, ഇവിടെ നിന്നുകൊണ്ട് ശാപം അവരുടെ മേൽ കൽപ്പിച്ചാൽ മതി. സ്തോത്രം. പക്ഷേ അവിടെ ഉയരത്ത് നിന്നുകൊണ്ട് പറയുന്ന മുഴുവൻ അനുഗ്രഹമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നോക്കുമ്പോൾ ഹല്ലേലൂയ, ഈ കൂടാരങ്ങൾക്ക് മീതെ നിൽക്കുന്നൊരു മേഘസ്തംഭമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കൂടാരത്തിലേക്ക് അവൻ നോക്കുമ്പോൾ ഹല്ലേലൂയ, കൂടാരം അവിടെ പിച്ച് ചെയ്തിരിക്കുക, ഓരോ ടെന്റും അവിടെ അടിച്ചിരിക്കുക. സ്തോത്രം. കൂടാരം അടിച്ചിരിക്കുന്ന ജനമുണ്ട്. സ്തോത്രം. എന്നാൽ ബിലെയാം നോക്കുമ്പോൾ ഈ കൂടാരങ്ങൾക്ക് മീതെ ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ, ദൈവം മോശയ്ക്ക് വാക്ക് കൊടുത്തതുപോലെ ഒരു മേഘസ്തംഭം അങ്ങനെ നിൽക്കുകയാ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയുന്നു, ഇതെത്ര മനോഹരമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മുടെ കൂടാരം, നമ്മുടെ ഭവനത്തെ മനോഹരമാക്കുന്ന നമ്മുടെ ഭവനത്തിന്റെ വലിപ്പമല്ല. ഹല്ലേലൂയ. നമ്മുടെ ഭവനത്തെ മനോഹരമാക്കുന്നത് ഹല്ലേലൂയ എത്രമാത്രം മനോഹരമായ ഭവനം പുറമേ എന്നുള്ളതല്ല, നമ്മുടെ ഭവനത്തെ നോക്കുമ്പോൾ ഹല്ലേലൂയ ശത്രുവിന്റെ പോരുകൾ, ഹല്ലേലൂയ ദുഷ്ടശക്തികൾ, ദുഷ്ടദൃക്കുകൾ നമുക്കെതിരെ നോട്ടമിടുമ്പോൾ അത് കാണേണ്ടത്, നമ്മുടെ ഭവനത്തെ നോക്കും മുൻപ്, നമ്മുടെ ഭവനത്തിലേക്ക് ദൃഷ്ടി പതിക്കും മുമ്പ് കാണേണ്ട ഒന്നുണ്ട്. ദൈവത്തിന്റെ വിരിക്കപ്പെട്ട സാന്നിധ്യം നമ്മുടെ ഭവനങ്ങൾക്ക്, കൂടാരങ്ങൾക്ക് മീതെ വെളിപ്പെടണം, നമ്മുടെ തലമുറകൾക്ക് മീതെ വെളിപ്പെടണം. ഇന്ന് രാത്രികാലം ദൈവസന്നിധി നാം ആയിരിക്കുമ്പോൾ ആ സാന്നിധ്യം നമുക്ക് മീതെ ഉള്ളതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ മധ്യേ ഉണ്ടെന്നുള്ളതിന്റെ തെളിവുകൾ ഈ ബാലാക്ക്, സ്തോത്രം, ബിലെയാം നിരത്തി പറയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസും ഇപ്രകാരമുള്ള ദൈവ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, സ്തോത്രം, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും പറയും. ഡോണ്ട് യു നോ ദാറ്റ് യു ആർ ദ ടെമ്പിൾ ഓഫ് ഗാഡ് ആൻഡ് ഗോഡ് സ്പിരിറ്റ് ഡ്വെൽസ് ഇൻ യു. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം വഹിക്കുന്നവർ, അതാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവ സാന്നിധ്യത്തിൻ്റെ ആ ഒരു അളവും ആ ഒരു സ്വഭാവവും മാറുകയാണ്. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്നുള്ള കർത്താവായ യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിൽ ഉള്ളപ്പോൾ, നമ്മുടെ ജീവിതത്തിലുള്ളപ്പോൾ നാം ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവം വസിക്കുന്ന ഇടമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഇടമാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഇടത്തിന് വലിയ പ്രത്യേകതയുണ്ട്. അങ്ങനെയുള്ള ഇടം ദൈവസാന്നിധ്യം നിറയപ്പെട്ട ഇടമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രിക്കാലം ദൈവസ്ഥലം നാം ആയിരിക്കുമ്പോൾ ഒരു നിമിഷം ആ ദൈവസാന്നിധ്യം നമ്മുടെ കൂടെ ഉള്ളതിനാൽ ഹല്ലേലൂയ, ആ ദൈവസാന്നിധ്യം ഓർത്ത്, ആ ദൈവസാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിപ്പാൻ നമുക്കിടയായി തീരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ആലയത്തിൽ കടന്നു വരുമ്പോൾ മാത്രമല്ല, ഹല്ലേലൂയ, നാം ഓൺലൈനിലായിരിക്കുമ്പോഴും നാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ആരാധന ദൈവമഹത്വം വെളിപ്പെടണം. അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ ആ ദൈവ സാന്നിധ്യം നമ്മുടെ വായിലൂടെയുള്ള സ്തുതിയാൽ പുറത്തു വരണം, സ്തോത്രയാഗത്താൽ പുറത്തു വരണം. അതൊരു വിടുതലാണെന്ന് ഈ ദിവസങ്ങൾ നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. അയ്യോ എന്ന് പറയുന്നതിന് പകരം സ്തോത്രം എന്ന് പറഞ്ഞാൽ അവരൊരു വിടുതലാണ്. സ്തോത്രം. ഭാരം വരുമ്പോൾ ആ ഭാരത്തെ കവിയുന്ന ഒരു ദൈവ സാന്നിധ്യം നമ്മിൽ വെളിപ്പെടുവാനിടയായിത്തീരണം. അതിനാണ് ദൈവം നമുക്ക് ഹല്ലേലൂയ അവൻ ആത്മാവിന്റെ ശക്തിയെ പകർന്നു. ഈ മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്ന അത്യന്ത ശക്തി അത് അടങ്ങിയിരിക്കുന്നതല്ല, വ്യാപരിക്കുന്നതാകയാൽ ഇന്ന് രാത്രികാലം ആ വ്യാപാര ശക്തിയാൽ ഹല്ലേലൂയ നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളുടെ മേൽ ആ മഹത്വമുള്ള ദൈവത്തിന്റെ സാന്നിധ്യം, പുനരുത്ഥാന ശക്തി ഇന്ന് രാത്രികാലം വ്യാപരിപ്പനിടയായി തീരട്ടെ. അതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം, നാം പരാജയപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല. പ്രൈസ് എന്ന് മനസ്സിലാക്കണം. നാം സ്തോത്രം, വി ആർ മോർ ദാൻ കോൺകറേഴ്സ്. ഹല്ലേലൂയ. ജയിച്ച് ജയാളിയായ കർത്താവിനെ നാം പിൻപറ്റുന്നു. സ്തോത്രം. ഇവരുടെ കൂടെ ദൈവ സാന്നിധ്യം ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവ്, ഹല്ലേലൂയ, ഒരു പ്രഖ്യാപനം ഇവരെക്കുറിച്ചുള്ളത് സംഖ്യാപുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം, നമ്പേഴ്സ് 23:9. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് പ്രധാനമായും ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ശിലാഗ്രഹങ്ങളിൽ ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ ഞാൻ അവനെ ദർശിക്കും. ഇതാ തനിച്ചു പാർക്കുന്നൊരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. പ്രൈസ് ദി ലോർഡ്. എ പീപ്പിൾ ഡ്വെല്ലിംഗ് അലോൺ ആൻഡ് നോട്ട് കൗണ്ടിങ് ഇറ്റ്സെൽഫ് എമംഗ് ദ നേഷൻസ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതൊരു പ്രത്യേകതയാണ്. യഹോവയുടെ സാന്നിധ്യമുള്ള ജനത്തിൻ്റെ പ്രത്യേകതയാണ്.
യഹോവയായ ദൈവത്തിൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ജനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അവരുടെ വിശുദ്ധി, അവരുടെ വേർപാട്. ഹല്ലേലൂയ, സ്തോത്രം. ഈ രണ്ട് വാക്കുകൾ പിതാക്കന്മാരുടെ കാലത്ത് എപ്പോഴും മുഴങ്ങി നിന്നൊരു കാര്യമാണ്. പെന്തക്കോസ്ത് ഹല്ലേലൂയ അനുഭവങ്ങൾ ആരംഭിച്ച കാലയളവിൽ ഹല്ലേലൂയ, സ്തോത്രം, കുക്കുസായിപ്പോ കേരളക്കരയിൽ ദൈവത്തിൻ്റെ വചനവുമായി കടന്നു വന്ന് മറ്റ് സമുദായ സഭകളിൽ നിന്ന് ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിത്തിരിച്ചൊരു കൂട്ടം നമ്മുടെ മാതാപിതാക്കൾ, പിതാക്കന്മാർ, മാതാക്കൾ, സ്തോത്രം, അവർ കൂടെ ഉരുവിട്ടുകൊണ്ടിരുന്ന ഒരു പദമാണ് വിശുദ്ധിയും വേർപാടും. ഇന്നത് അങ്ങ് അധികം പറയാറില്ല. ഇന്നത് പറയാൻ പ്രാഗൽഭ്യമുള്ളവർ തന്നെ സമൂഹത്തിൽ, നമ്മുടെ സമൂഹത്തിൽ കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിൽ ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, ദൈവജനത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ഇതാണ്: തനിച്ചു പാർക്കുന്ന ഒരു ജനം. പ്രൈസ് ഗാഡ്. ദ ഡ്വെല്ലിംഗ്, പ്രൈസ്, ദ വേ ദേ ലിവ്, ദാറ്റ് ഈസ് alone from others. It is not, they are not mingling with others. Even though they live in the valley, even though they share the same land, but they live alone. Hallelujah. ഇതാണ് പ്രത്യേകത. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങൾ നാം മനസ്സിലാക്കണം, ആത്മീകമായി ഗ്രഹിപ്പാൻ മനസ്സിലാക്കണം. നാം ഈ ആളുകളുടെ എല്ലാ ഇടയിൽ പാർക്കുമ്പോൾ തന്നെ, സ്തോത്രം, വ്യത്യസ്തരായി ഹല്ലേലൂയ തനിച്ചു പാർക്കുന്നത് പോലെ കൂട്ടത്തിലായിരിക്കുമ്പോഴും തനിച്ചു പാർക്കുന്ന ദൈവിക വിശുദ്ധി, ഹല്ലേലൂയ, ദൈവിക വേർപാട്, ദൈവ സാന്നിധ്യം തന്നെ ജനത്തിന് നൽകുന്ന ഒരു കൈമുതലാണിത്, ദൈവിക വിശുദ്ധി. ഹല്ലേലൂയ. യോർദാൻ കടക്കുവാൻ അവിടെ കടന്നു പോയപ്പോൾ പാളയത്തിലേക്ക് യോശുവയിലൂടെ ദൈവം ഇടപെട്ട വചനത്തിനും ഇതേ ധ്വനിയുണ്ട്. സ്തോത്രം, നിങ്ങൾ തങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പീൻ, നാളെ ഈ നേരത്തെ യഹോവ നിങ്ങളുടെ ഇടയിൽ കൂടെ സഞ്ചരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് നിങ്ങളെ വിശുദ്ധീകരിക്കുന്നത്? നാളെ ഒരു ദൈവപ്രവൃത്തി നിങ്ങൾ വെളിപ്പെടാൻ പോവുക. ഇളകി മറിയുന്ന യോർദാൻ കണ്ടോ? സ്തോത്രം, അത് കലങ്ങി മറിയുകയാ. ആളുകൾ പറയും നിങ്ങൾ സമയം തെറ്റിയാ വന്നത്. ദിസ് ഈസ് നോട്ട് ദ സീസൺ ടു ക്രോസ് ഓവർ ദ ജോർഡൻ. ഈ സീസൺ ഒരിക്കലും യോർദാൻ കടക്കുന്ന സീസൺ അല്ല. യോർദാൻ വറ്റുന്ന, യോർദാൻ ഉണങ്ങുന്ന, യോർദാനിലൂടെ നടന്നു പോകാവുന്ന ഒരു കാലമുണ്ട്. പക്ഷെ ആ കാലത്തല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. എന്നാൽ ദൈവം പറയുക, വാഗ്ദത്ത നിവർത്തിക്ക് സമയമായി. അതുകൊണ്ട് യോർദാൻ കലങ്ങി മറിഞ്ഞാലും, ചെങ്കടൽ നിന്നാലും, അനാഖ്യ മല്ലന്മാർ നിനക്കെതിരെ നിലയുറപ്പിച്ചാലും, താഴ്വരയിലും മലകളിലും നിനക്കെതിരെ പടയൊരുക്കം നടന്നാലും, ദൈവിക വാഗ്ദത്തം നിവർത്തിക്കുവാൻ സമയമായാൽ കർത്താവ് തന്നെ വാഗ്ദത്തം നാട്ടിലെത്തിക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയമില്ല. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. രോഗം ദൈവത്തിന് പ്രശ്നമല്ല, ബലഹീനത ദൈവത്തിന് പ്രശ്നമല്ല, പ്രായം ദൈവത്തിന് പ്രശ്നമല്ല, പരിമിതികൾ ദൈവത്തിന് പ്രശ്നമല്ല. വാഗ്ദത്തം എനിക്ക് മീതെ ഉള്ളപ്പോൾ, ദൈവ സാന്നിധ്യം എനിക്ക് മീതെ ഉള്ളപ്പോൾ ശാപവാക്കുകൾ എന്നെ തളർത്തി കളയത്തില്ല. എത്രമാത്രം രാജാക്കന്മാർ ഇസ്രായേൽ ജനത്തിനെതിരെ നിലകൊണ്ടപ്പോഴും വാഗ്ദത്തം നിവർത്തിയവർക്ക് സാധ്യമായത് ദൈവത്തിന്റെ വചനമായതുകൊണ്ട്. ഹല്ലേലൂയ. ദൈവം അവരോട് അരുളി ചെയ്തത്. ഇന്ന് രാത്രികാലം ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ ഒന്നുകൂടെ ഏറ്റുപറയുവാൻ, ഒന്നുകൂടി ഉറപ്പിച്ചു പറയുവാൻ, ഒന്നുകൂടെ അതിനെ നമ്മുടെ ഹല്ലേലൂയ വായ് കൊണ്ട് ഉച്ചരിപ്പാൻ നാം തയ്യാറാകട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ ശത്രു പറഞ്ഞു, നീ ഒതുങ്ങി, ഇനി നിനക്ക് സമയമില്ല, ഇനി നിനക്ക് പഴയ പോലെ ആകുവാൻ കഴിയത്തില്ല. ഇതൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ പറയുക, ദൈവമേ, വാഗ്ദത്തം കിടപ്പുണ്ടല്ലോ. ഹല്ലേലൂയ. നീ പറഞ്ഞത് പലതും ഇനി നിവർത്തിക്കുവാനുണ്ടല്ലോ. നീ അരുളി ചെയ്തത് ഹല്ലേലൂയ ദൈവത്തോളം ശക്തിയുള്ള ദൈവത്തിന്റെ വചനമാണല്ലോ. ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ ദൈവം പറയുകയാ, നിനക്ക് മുൻപായി ഞാൻ കടന്നു പോവുകയാ. നിന്നോട് പറഞ്ഞ വചനങ്ങൾ നിനക്ക് മുൻപായി സഞ്ചരിക്കുക. താമ്ര കഥകളെ തുറന്ന് ഇരുമ്പോടാമ്പലുകളെ തകർത്ത് ഹല്ലേലൂയ ദൈവം നിനക്ക് മുൻപായി വഴിയൊരുക്കുകയാണ്. സ്തോത്രം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതാനുഭവങ്ങൾ നമ്മളിത് കണ്ടതാ. വി ഹാവ് റിയലൈസ്ഡ് ഇറ്റ്. ഇറ്റ് ഈസ് അവർ എക്സ്പീരിയൻസ്. ഹല്ലേലൂയ. നടക്കില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളുടെയും അകത്താണ് നമ്മൾ ഇന്നിരിക്കുന്നത്. സ്തോത്രം, അല്ലേ? നോർത്ത് നോക്കിയേ, നടക്കില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങൾ, ഇംപോസിബിൾ എന്ന് പറഞ്ഞ, വർഷത്തിൻ്റെ കണക്കുകൾ പറഞ്ഞ, ഹല്ലേലൂയ, പലരും കണക്ക് കൂട്ടി. എൻ്റെ കൊച്ചിന് ഇത്ര പ്രായമാകുമ്പോൾ, അല്ലേ, ഇങ്ങനെയൊക്കെ കണക്ക് കൂട്ടി ഇരുന്നവരുടെ മുമ്പിൽ ഇന്ന് അവരുടെ കയ്യിലിരിക്കുന്ന ഡോക്യുമെന്റ്സ് അതിന് തെളിവാ ദൈവം ജീവിക്കുന്നു എന്ന്. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? ഈ ദേശത്ത് നിലനിൽക്കാൻ കഴിയത്തില്ല. ദിവസങ്ങൾ എണ്ണി പറഞ്ഞവരുണ്ട്. ഹല്ലേലൂയ. പ്രൈസ്. നിന്റെ ആരോഗ്യത്തോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ പ്രതികൂലങ്ങൾ നിനക്കെതിരെ വന്നതാ. ഹല്ലേലൂയ. നിന്റെ സാമ്പത്തിക നിലവാരങ്ങളിൽ വന്നതാ, നിന്റെ ആത്മീയ നിലവാരങ്ങൾ വന്നതാ. കൂട്ടായ്മയുടെ സന്തോഷം അനുഭവിച്ചറിയുവാൻ കഴിയാതെ നീറിപ്പുകഞ്ഞ അനുഭവങ്ങൾ നിനക്ക് മുമ്പുണ്ട്. ഇന്ന് നോർത്ത് നോക്കിയേ, ഈ ദിവസം ഇന്ന് നിന്നുകൊണ്ട് ഒക്ടോബർ മാസം 24-ാം തീയതി രാത്രിയിൽ അതിൽ 8 മണിയോടുള്ള സമയത്ത് നാം നിന്നുകൊണ്ട് പുറകോട്ട് നോക്കുമ്പോൾ ദൈവം തന്നെ വിരിക്കപ്പെട്ട ചിറകിന്റെ മറവിൽ നമ്മെ നടത്തി വെല്ലുവിളികളുടെ മുൻപാകെ നമുക്ക് വേണ്ടി അവന്റെ സാന്നിധ്യം കൊണ്ട് മാത്രം ചെയ്ത ചില വിടുതലുകൾ, ഹല്ലേലൂയ, നാം പ്രാർത്ഥിച്ചിട്ട് പോലുമില്ലാത്ത
കഴിയാത്ത ചില വിഷയങ്ങളുടെ മേൽ അവൻ നടകൊണ്ടതുകൊണ്ട് ഇന്ന് രാത്രികാലം വിടുതൽ പ്രാപിച്ച ജനമായി ദൈവത്തെ ആരാധിപ്പാൻ നമുക്കിടയാകുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തോടും, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം. ഹല്ലേലൂയ. നാം തനിയായിരുന്നപ്പോൾ, ഹല്ലേലൂയ, നാം തനിയെ കരഞ്ഞപ്പോൾ, നാം തനിയെ പ്രാർത്ഥിച്ചപ്പോൾ, നാം തനിയെ ദൈവത്തിൽ നിലവിളിച്ചപ്പോൾ അവിടെ വെളിപ്പെട്ടൊന്നുണ്ട്, എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തെ അവൻ തനിയെ വിളിച്ചിറക്കിയപ്പോൾ, ഹല്ലേലൂയ, അവരെ തനിച്ച് നടത്തിയപ്പോൾ അവരുടെ കൂടെ നടന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം. അതുകൊണ്ട് ദിവസങ്ങളിൽ നമുക്ക് വിടുതൽ പ്രാപിക്കണമെങ്കിൽ, നമുക്ക് ദൈവത്തിന് നമ്മിൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ആനുകൂല്യങ്ങൾ, വിടുതലുകൾ, ശക്തി, ആ ദൈവനാമത്തിന് ശക്തിയുണ്ട്. ആ ദൈവനാമത്തിന് ഒരു മഹത്വമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവനാമത്തിന് ഒരു നിർമ്മലതയുണ്ട്. അതെല്ലാം നമ്മിലും നമ്മുടെ തലമുറയിലും വ്യാപരിക്കണമെങ്കിൽ നാം ഈ വിശുദ്ധി കൈവിടാതെ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഈ വിശുദ്ധിക്ക് അടിയറവ് പോലെ വിശുദ്ധിയെ കോംപ്രമൈസ് ചെയ്യുന്ന, അങ്ങനെയുമാകാം ഇങ്ങനെയാകാം എന്ന് പറയുന്ന വിശുദ്ധിയുടെ നിർവചനങ്ങളെ പിതാക്കന്മാരുടെ കാലത്ത് നിന്ന് ഇപ്പോഴേക്ക് 2, 3, 4, 5 തലമുറ വന്നപ്പോൾ മാറ്റി എഴുതിയ അനുഭവമല്ല നമുക്ക് വേണ്ടത്. ആ വിശുദ്ധിയോട് ഒന്നുകൂടെ മുറുകി ഇഴുകിച്ചേരുവാൻ, ആ വിശുദ്ധിയുടെ വചനത്തെ ഒട്ടും തള്ളിക്കളയാതിരിപ്പാൻ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിൽ നമുക്കിടയായിത്തീരണം. ഹല്ലേലൂയ. പറയുക, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ അവർ എണ്ണപ്പെടുന്നില്ല. സ്തോത്രം. ഇസ്രായേലും ഒരു ജാതിയാണ്, മറ്റ് പല ജാതികളെ പോലെ. they are also a people, they are also a group of people, praise God, they are called a nation, but they are not called as other nations. Hallelujah. They are not counting itself among other nations. They are above everyone. Praise God. എന്താണ് അവർക്കുള്ള പ്രത്യേകത? സോദരം, മറ്റ് മനോഹരമായ, മറ്റ് മിടുക്കരായ അനേകരുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഏറ്റവും മിടുക്കരായവർ മിസ്രൈമിലാണ്, ഈജിപ്ഷ്യൻസ്. ദേ ആർ വെരി സ്മാർട്ട്. ദേ ഹാഡ് വെൻ അതർ കൺട്രീസ്, മറ്റ് രാജ്യങ്ങൾക്ക് രഥമില്ലാതിരുന്നപ്പോൾ അവർക്ക് രഥമുണ്ട്. മറ്റ് രാജ്യങ്ങൾക്ക് കുതിരപ്പടയും സൈന്യവും ഇല്ലാത്തപ്പോൾ അത്ര ഒത്ത ചാരിയറ്റ്സ്, അങ്ങനെയുള്ള, സ്തോത്രം, ഹല്ലേലൂയ, സൈന്യ സമൂഹം അവർക്കില്ലാത്ത, മറ്റ് രാജ്യങ്ങൾക്കില്ലാത്തപ്പോൾ ഫറവൻ അതുണ്ട്. സ്തോത്രം. മോവാബ് രാജ്യങ്ങളും മറ്റ് കനാന്യ രാജ്യങ്ങളും ഒക്കെ കേട്ടതെന്നറിയാമോ? ഇസ്രായേൽ ജനം ഏറ്റവും വലിയ ശക്തിയായ മിസ്രൈമിനെ മുഴുവൻ കടലിൽ മുക്കിക്കളഞ്ഞു. ഇതാ അവർ കേൾക്കുന്നത്. സ്തോത്രം. കടലിൽ മുങ്ങിപ്പോയി. ഒരു രാജ്യത്തിൻ്റെ ഭരണാധിപതിയും അതിൻ്റെ വലിയ സൈന്യവും എല്ലാം ഈ ജനത്തിൻ്റെ മുൻപിൽ വെള്ളത്തിൽ നിഷ്പ്രഭരായി തീർന്നു. സ്തോത്രം. ഇതാണ് കേൾക്കുന്നത്. അപ്പോൾ ഇവരെ ഒന്ന് ശപിക്കാനാണ് ബാലാക്ക് ബിലെയാമിനെ വിളിച്ചത്. കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ബാലാക്കിന് അറിയാത്തൊരു കാര്യമുണ്ട്. ഇവർ ഇത്രത്തോളം വന്നു, മോവാബ് സമഭൂമി വരെ അവരെത്തിയത് ഈ ജനത്തിൻ്റെ മിടുക്ക് കൊണ്ടല്ല, ഇവർ മറ്റ് ജാതികളെ പോയത് അല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മഹിമയുള്ളത് കൊണ്ടോ അല്ല. ഇവരുടെ മേൽ, ഹല്ലേലൂയ, സ്തോത്രം, പകർന്നിരിക്കുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. ഓരോ കുളമ്പിൻ്റെ മേലും, ഹല്ലേലൂയ, പകർന്നിരിക്കുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. അവരുടെ ചെരുപ്പ് തേയാതിരുന്നത്, സ്തോത്രം, നല്ല കമ്പനിയുടെ ചെരുപ്പ് ആയതുകൊണ്ടല്ല. സ്തോത്രം. മിസ്രൈമിൻ്റെ മെയ്ഡ് ഇൻ ഈജിപ്റ്റ് ആയതുകൊണ്ടല്ല ആ ചെരുപ്പ് തേയാതിരുന്നത്. ആ ചെരുപ്പ് മേലും ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യത്തിന്റെ പുറത്ത് അവർ നടന്നത്. മീതെ കീഴിൽ ഇരുവശവും ദൈവ സാന്നിധ്യം. ഇന്ന് പകൽക്കാലം ഓർത്ത് നോക്കിയേ, നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും വ്യാപരിച്ചു നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തിന്റെ കൈമുതൽ നമുക്കുണ്ട് പ്രിയമുള്ളവരെ. അത് നമ്മെ, ഹല്ലേലൂയ, ബലപ്പെടുത്തുന്നതാ, നമ്മെ വിടുവിക്കുന്നതാ. ഇന്ന് രാത്രി കാലം എത്ര പേർക്ക് പ്രാർത്ഥിപ്പാൻ കഴിയും? കർത്താവേ, നിന്റെ സാന്നിധ്യം എന്നെ ബലപ്പെടുത്തുന്നതാ. ഈ ബലഹീനമായ അവസ്ഥയിൽ, ഈ രോഗാതുരമായ അവസ്ഥയിൽ, എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുമ്പോൾ അവിടെ എനിക്ക് ആശ്രയിപ്പാൻ എൻ്റെ ദൈവത്തിൻ്റെ നാമമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ വിശുദ്ധി പാലിച്ചത്, കഴിഞ്ഞ കാലങ്ങളിൽ വേർപാട് പാലിച്ചത്, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചത്, ഹല്ലേലൂയ, അത് വെറുതെ അല്ല. പ്രൈസ് ദി ലോർഡ്. ഇതാ പറയുക, ശപിക്കാമെന്നവൻ പറയുക, വിശുദ്ധിയോടെ വേർപാടോടെ ജീവിക്കുന്നൊരു ജനമാണ്. ഹല്ലേലൂയ. അതെങ്ങനെയാ തെളിവായി വരുന്ന ദൈവ സാന്നിധ്യം അവരുടെ മധ്യേ ഉണ്ടെന്നുള്ളതിന് ഒന്നാമത്തെ തെളിവ്, വിശുദ്ധിയോടെ വേർപാടോടെ ജീവിക്കുന്നൊരു ജനം. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ഹല്ലേലൂയ. പ്രൈസ്. പ്രിയമുള്ളവരെ, നമുക്ക് പലയിടത്തും പോകുവാൻ അവകാശമില്ല. ചെണ്ടപ്പുറത്ത് കോല് വെക്കുന്ന എല്ലായിടത്തും പോലെ എൻ്റെ വല്യപ്പൻ പറയും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ എല്ലായിടത്തും പോകുന്ന സ്വഭാവം കാണിക്കരുത് എന്നെൻ്റെ അപ്പച്ചൻ പറയുമായിരുന്നു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, അവിടെയും ഇവിടെയും പോകുവാൻ നമുക്ക് അവകാശമില്ല.
കൂത്തുകെട്ടുന്നിടത്ത് പോകാൻ നമുക്ക് അവകാശമില്ല. കൂത്തുകാഴ്ചകൾക്ക് പുറകെ പോകാൻ നമുക്ക് അവകാശമില്ല. ഒരു കാര്യം ഓർത്തോണം, നിന്റെ വിശുദ്ധി നീ കാത്തുകൊള്ളണം. ഹല്ലേലൂയ. വിലയേറിയ നിന്റെ അതിവിശുദ്ധ വിശ്വാസം അത് കൈവിടരുത്. ഹല്ലേലൂയ. പ്രതികൂലം എത്ര വന്നാലും, കാലം എത്ര മാറിയാലും, ഹല്ലേലൂയ, കോലം എത്ര മാറിയാലും, കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുള്ളത് എല്ലാം മാറി മറിഞ്ഞാലും തൻ്റെ ജനത്തിന് ഹല്ലേലൂയ ഒരു കൈമുതലുണ്ട്. ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ, ഞങ്ങളുടെ സൃഷ്ടിതാവായി, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമമാ. അതിനെ അടിയുറവ് പറയുന്ന ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഇന്ന് രാത്രിക്കാലവും നമ്മുടെ കൂടാരങ്ങളിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുവാൻ നമുക്ക് കഴിയണം. നാം പാടിയല്ലോ, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാ. ഹല്ലേലൂയ. നാം പാടുന്നതാ, നമ്മുടെ മുദ്രാവാക്യമതാ. ഹല്ലേലൂയ. എൻ്റെ യേശുവിന്റെ നാമത്തെ ഉയർത്തുന്നതാ. പ്രതികൂലം വരുമ്പോൾ ശാപവാക്കുകൾ പറയുകയല്ല. പ്രതികൂലം വരുമ്പോൾ പരാജയത്തിൻ്റെ വാക്കുകൾ പറയുകയല്ല. പ്രതികൂലം വരുമ്പോൾ അവിശ്വാസത്തിൻ്റെ വാക്ക് പറയുകയല്ല. പ്രിയമുള്ളവരെ, ശത്രുക്കൾ നമ്മെ നോക്കി അനുഗ്രഹത്തിൻ്റെ വാക്ക് പറയുമ്പോൾ നമുക്ക് നമ്മെ നോക്കി ഒരിക്കലും അവിശ്വാസത്തിൻ്റെ വാക്ക് പറയേണ്ടി വരരുത്. സ്തോത്രം. ബെലയാം പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ശപിക്കാൻ വന്നതാ, പക്ഷേ പറ്റുന്നില്ല. കാരണം സാന്നിധ്യം അത് അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ. ദൈവം നാം നോക്കുന്നിടത്തൊരു സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. ഈ കൂടാരത്തിന് മീതെ ഒരു സാന്നിധ്യമുണ്ട്. നിങ്ങൾ പാർക്കുന്നിടത്തൊരു സാന്നിധ്യമുണ്ട്. ശത്രു പലപ്പോഴും ഇതിനെ തകർക്കുവാൻ ആഗ്രഹിച്ചതാ, ശത്രു പലപ്പോഴും ഇതിനെ ഒതുക്കിക്കളയാൻ ആഗ്രഹിച്ചതാ. ശത്രു ദൃഷ്ടി വെക്കുന്നിടത്ത് സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം ഇല്ലാത്തൊരു മേഖല അവന് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, നിന്നെ വിട്ട് ഞാൻ എവിടേക്ക് പോകും? പാതാളത്തിൽ പോയാൽ അവിടെ ഉണ്ട്. സ്തോത്രം. സമുദ്രത്തിന്റെ കീഴെ പോയാൽ അവിടെ ഉണ്ട്. എല്ലായിടത്തും ദൈവ സാന്നിധ്യമുണ്ട്. അതൊരു ദൈവവൈതലിനെ മാത്രമേ അനുഭവിച്ചറിയാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രിക്കാലം ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസ്ഥലിൽ അടച്ചിട്ട് ഒരു കാര്യം നമുക്ക് ദൈവത്തോട് പറയാം. കർത്താവേ, തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്തത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഒരു പദവി ഞങ്ങൾക്ക് നൽകി തരണം. പദവി എന്തെന്നറിയാമോ? കർത്താവ് അവിടുത്തെ സാന്നിധ്യം നൽകുന്ന ഹല്ലേലൂയ ഒരു ബലമുണ്ട്. ഹല്ലേലൂയ. ആ സാന്നിധ്യം, തിരുനിവാസം, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് അനുഭവിക്കട്ടെ. ഹല്ലേലൂയ. സൗഖ്യമാക്കുന്ന ദൈവ സാന്നിധ്യം, കാര്യങ്ങളെ നേരെയാക്കുന്ന ദൈവ സാന്നിധ്യം, ശത്രുവിൻ്റെ പോരുകൾക്ക് മുമ്പിൽ നമുക്ക് ജയം നൽകുന്ന ദൈവ സാന്നിധ്യം. ഇന്ന് രാത്രികാലം ആ സാന്നിധ്യം ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഇന്ന് സമർപ്പിക്കാം. കർത്താവേ, അവിടുത്തെ മഹത്വം ഞങ്ങളിൽ വെളിപ്പെടണം. അവിടുത്തെ കരുണ ഞങ്ങളിൽ വെളിപ്പെടണം. പലപ്പോഴും ആ സാന്നിധ്യം തിരിച്ചറിയാൻ ഞങ്ങൾ പോയിട്ടുണ്ട്. യാക്കോബ് പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നല്ല. ഞാനോ അത് അറിഞ്ഞില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ദൈവസാന്നിധ്യം വെളിപ്പെടുന്നിടത്ത് ആ ദൈവസാന്നിധ്യം തിരിച്ചറിയുവാൻ കഴിയാത്ത അവസ്ഥമായിരിക്കുന്നു. മോശയോട് ദൈവം പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് എറിഞ്ഞു കളയുക. നിന്നോട് സംസാരിക്കുന്ന ശബ്ദം ഞാനാകുന്നവൻ ഞാനാകുന്നു പറയുന്ന I am who I am. There is no one who is able to say that. Hallelujah. ആർക്കും അത് പറയാൻ കഴിയത്തില്ല. രാത്രികാലം അത് പറയുവാൻ കഴിവുള്ളൊരു ദൈവം നമ്മുടെ ദൈവം മാത്രമാണ്. ഒരു നിമിഷം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കുക. കേൾപ്പിച്ച ആലോചനയ്ക്ക് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം ദൈവ സാന്നിധ്യം നമ്മുടെ ശാരീരിക മണ്ഡലങ്ങളിൽ, നമ്മുടെ ആത്മമണ്ഡലത്തിൽ, ഹല്ലേലൂയ, പ്രൈസ്, നമ്മുടെ ദേഹം, ദേഹി, ആത്മ ഒരുപോലെ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ശുദ്ധീകരിക്കപ്പെടുവാൻ, നിർമ്മലീകരിക്കപ്പെടുവാൻ ഈ വചനം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളത്തിലേക്ക് പ്രവേശിച്ച് ആ ദൈവിക സാന്നിധ്യം, ദൈവത്തിന്റെ തിരുനിവാസം ഹല്ലേലൂയ നമ്മുടെ ഉള്ളങ്ങളെ നിറക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ജോയിച്ചാൻ പ്രാർത്ഥിക്കും. പ്രിയപിതാവിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, അടിയങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ 2ാം സെക്ഷനിൽ അടിയങ്ങളായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. കർത്താവെ, തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഞങ്ങളുടെ പാട്ട് പ്രാർത്ഥനകൾക്ക് സുഗ്രാഹ്യമായി മണത്ത ദൈവമേ, ഞങ്ങൾ അങ്ങേ പിന്നെയും സ്തുതിക്കുന്നു. സഭയായി ഞങ്ങളെ ദൈവങ്ങളിലേക്ക് കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദിയോട് സ്തോത്രം. അങ്ങയുടെ ദാസനോട് ഇനി അടിയങ്ങളെ കേൾപ്പിച്ച ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. തന്റെ ദാസനെ അതിനായി ബലപ്പെടുത്തിയുള്ള കർത്താവെ, നന്ദിയോട് സ്തോത്രം. ഞങ്ങളെ സഭയായി ദൈവങ്ങളിലേക്ക് കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദിയോട് സ്തോത്രം. തനിച്ചു പാർക്കുന്ന ജനം പോലെ വിശുദ്ധിയോടെ, നിർമ്മലതയോടെ, ദൈവത്തിന്റെ ആകർഷണ വലയത്തിൽ കർത്താവെ ആയിരിക്കാനുള്ള കൃപ തന്ന് നീ ഞങ്ങളെ ഓരോരുത്തരെയും നടത്തിക്കൊള്ളണമേ കർത്താവെ. അങ്ങയുടെ കണ്ണ് ഞങ്ങളെ കർത്താവെ ഊടാടി സഞ്ചരിച്ച് ഞങ്ങളെ കാക്കുന്ന ദൈവമാകയാൽ ആ ദൈവകരങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ദൈവത്തിന്റെ ആകർഷണ വലയത്തിൽ തന്നെ ഞങ്ങളായിരിക്കാൻ ഞങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവെ, ഞങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകാൻ അനുവദിക്കല്ലേ. വിശുദ്ധിയോടെ, നിർമ്മലതയോടെ,
അങ്ങയെ പ്രസാദിപ്പിച്ച് ജീവിപ്പാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിമിഷം തോറും ദിനം തോറും ഞങ്ങൾക്ക് ആവശ്യമുള്ള തന്ന് അതിശയകരമായി നടത്തുന്ന ഞങ്ങളുടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, സഭയായി ഞങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ ചിലർ ബലഹീനരാണ്, ഞങ്ങൾ ചിലർ രോഗികളാണ്. കർത്താവെ, ഈ പ്രയാസമുള്ള സമയത്ത് ദൈവത്തിന്റെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. അവിടുത്തെ അടിപ്പിണരാളുടെ സൗഖ്യം ഞങ്ങളിൽ പകർന്ന് കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് അങ്ങനെ മുറ്റുമായി ഏൽപ്പിക്കുന്നു, ഓരോ വ്യക്തികളായി ഏൽപ്പിക്കുന്നു. കർത്താവേ, നന്ദിയോട് സ്തോത്രം, വിശുദ്ധിയോട് നിർമ്മലതയോട് അങ്ങയുടെ കാൽച്ചൂടി തന്നെ ഞങ്ങളുടെ കാൽച്ചൂടായി യജമാനന്റെ ഇഷ്ടം ചെയ്ത് ജീവിപ്പാൻ, അങ്ങയുടെ വരവിനെ ബന്ധപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തരും കൃപ തന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ പ്രസാദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തിരുനാമ മഹത്വത്തിന് വേണ്ടി അതൊക്കെ ചെയ്യണമേ. ഞങ്ങളെ ഓരോരുത്തരെയായി, കുടുംബമായി, വ്യക്തിപരമായി കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കുകയും നടത്തുകയും കരം പിടിച്ച് ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ എല്ലാവിധ വിഷയങ്ങളും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. നാളെ പകലത്തെ ആരാധന, നാളെ വൈകിട്ടത്തെ ആരാധനയൊക്കെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. സഭയിലെ ആരാധനയും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ സഭയായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. എല്ലാ വിഷയങ്ങളും ഒരിക്കൽ കൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിയെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും കാവലും നമ്മോർത്ത് പ്രാർത്ഥന വിഷയങ്ങളോട് ദൈവസഭയിലെ എല്ലാ ഭവനങ്ങളോടും ലോകമ്പാടുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ കർത്താവിന്റെ നാൾ വരെ നീക്കുമുണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം ഇന്ന് സന്ധ്യയെങ്കിൽ ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ, വരണമേ. ദൈവം നിങ്ങളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.